നമസ്കാരം, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണാൻ തീരുമാനിച്ചതിന് ആദ്യം തന്നെ ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ കീടങ്ങളുടെ ശല്യമൊക്കെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഫംഗിസൈഡുകളും കുറച്ച് പെസ്റ്റിസൈഡുകളുമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാം നമ്മുടെ കിച്ചണിനുള്ളിൽ തന്നെയുള്ള, നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെൽക്കം ടു ദ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പേര് ഗ്രേസ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന നമ്മൾ മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പു. ഇത് ഒരു സേഫ് നോട്ടിന് ഒരു ചെടിക്ക് കൊടുക്കാവുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 രൂപയുടെ ഷാമ്പു മേടിക്കുക, എന്നിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അത് നമ്മൾ ചെടികൾക്ക് ഒക്കേഷണലി പെസ്റ്റ് വരാതിരിക്കാനും ഉറുമ്പുകളുടെ കൂട് നശിക്കാനും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ല ഒരു കീടനാശിനിയായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ മില്ലി ബഗ്സ്, ഈ വെള്ള കളറ് പൊടി പോലെ നമ്മുടെ ചെടിയിലുണ്ടാവുന്ന ബഗ്സ്, ഈ 8 ശല്യമൊക്കെ നിർത്താൻ ഈ ഒരു പെസ്റ്റിസൈഡിന് സാധിക്കും. ഈ ഒരു മിക്കവാറും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പെസ്റ്റിസൈഡ്സുകളും നമ്മളൊരു ആദ്യത്തെ ഒരു 2 സ്റ്റേജിനൊക്കെ നിൽക്കുന്ന, അതായത് കുറച്ചേ ഉള്ളൂ എങ്കിലും മാത്രം ഉപയോഗിക്കുക. ഒരുപാടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകാതിരിക്കാൻ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഷാമ്പു. ഇനി നിങ്ങൾ ആരും അധികം കേൾക്കാത്ത ഒരു സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പട്ട, സിനമൺ സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ല ഒരു ഫംഗിസൈഡാണ്. അതായത് ചെടിയിൽ വെള്ളം കൂടിപ്പോയിട്ട് ഈർപ്പം നിന്നിട്ട് ചെടിയുടെ കട നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ നമ്മൾ ഒരു കട്ടിങ് നമുക്കൊരു സ്ഥലത്തു നിന്ന് കിട്ടി, അത് പെട്ടെന്ന് അതിൻ്റെ റൂട്ട് ഗ്രോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൂട്ട് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് കടകളിൽ നിന്ന് മേടിക്കാൻ പറ്റും. അതിന് പകരം ഈ പട്ട ഒന്ന് പൊടിച്ച് നമ്മൾ ആ വേരിൻ്റെ അവിടെ ജസ്റ്റ് ഈർപ്പമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് തൊട്ട് നമ്മളതൊന്ന് നട്ട് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ നമ്മുടെ സീഡുകൾ മുളപ്പിക്കാനായിട്ട് ഈ സീഡുകൾ മുളപ്പിക്കുന്ന നമ്മുടെ ചകിരിച്ചോറിലോ മണ്ണിലോ ഇത് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ പൊടി കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗിസൈഡായിട്ടും വർക്ക് ചെയ്യും, പെട്ടെന്ന് മുളച്ച് കിട്ടാനും സഹായിക്കും. അപ്പോൾ പട്ട എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും. ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ പൊടി. നിങ്ങൾക്കറിയാം, ഉറുമ്പിനെയൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല ചെടിയുടെ കട ഹെൽത്തി ആയിട്ട് വളരാൻ, റൂട്ട് കൂടുതൽ ഉണ്ടാകാൻ, അതുപോലെ റൂട്ടിൻ്റെ അടിയിൽ ഫംഗീസ് ഒരു തരം പുഴു പോലെ വരും, അതൊരു തരം ഫംഗസ് ആണ്. ആ ഫംഗസിനെ കളയാൻ, ചെടിയുടെ ഗ്രോത്തിന് എല്ലാം ഉപയോഗിക്കാവുന്ന മറ്റൊരു മാജിക്കൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ. അതുപോലെ തന്നെ നമ്മുടെ ചെടി ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ആ ഒടിഞ്ഞ ഭാഗം പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ ഒടിഞ്ഞ ഭാഗത്ത് ഫംഗസ് വരാതിരിക്കാനും ഒക്കെ നമുക്ക് മഞ്ഞൾ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഉപയോഗിച്ച് നോക്കുക. ഇനി വേറൊരു ഫംഗിസൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഫംഗിസൈഡ് മാത്രമല്ല, ഒരു നല്ല ഇൻസെക്ടിസൈഡും കൂടിയാണ്. അതായത് ചില പെസ്റ്റുകൾ, നമ്മളിങ്ങനെ തണ്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചില പെസ്റ്റുകളെ നശിപ്പിക്കാൻ ബേക്കിംഗ് സോഡയും നീം ഓയിലും ഉപയോഗിച്ചാൽ മതി. അതായത് 1 ടേബിൾ സ്പൂൺ നീം ഓയിലിൽ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതിന് ശേഷം അത് 1 ലിറ്റർ, ഇതെല്ലാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത് ഈ ചെടിയുടെ ഇങ്ങനെ തണ്ടിലൊരു വെള്ള കളർ പാട് പോലെ ഒട്ടിപ്പിടിച്ചിരുന്ന, അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ആ സാധനത്തിന് ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നീം ഓയിലിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക എല്ലാ പെസ്റ്റുകളെയും നശിപ്പിക്കാൻ നീം ഓയിൽ വളരെ നല്ലൊരു ഇതാണ്. അത് മാത്രമല്ല, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
നമ്മുടെ ഈ പ്രാണികളെല്ലാം തന്നെ ഇതിനോട് ഇത് പിന്നെ അവർക്ക് ഏൽക്കാതെയാവും. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരുപാട് നീം ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യുക. ഇത് രണ്ടും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ തണ്ടിലുള്ള ഈ വെള്ള പൊടി പോലത്തെ ആ അസുഖം കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കീടങ്ങൾക്കും ഇത് രണ്ടും നല്ല ഓപ്ഷനാണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇത് രണ്ടിലേക്കും മൂന്നാമതൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ മതി. അവനാണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കൂടുതൽ ഗ്രോത്തിനും വെളുത്തുള്ളി നല്ല സഹായിക്കും. അതുപോലെ കുറച്ചും കൂടി നമ്മുടെ പെസ്റ്റുകളെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും. ഇലയുടെ അടിയിലുണ്ടാവുന്ന വല പോലത്തെ ഒരു പ്രാണിയുണ്ട്, ആ പ്രാണി, പിന്നെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് പ്രാണികളെ നശിപ്പിക്കാൻ ഈ ഒരു കോമ്പിനേഷൻ സഹായിക്കും. ഇതൊരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഒരു 3rd സ്റ്റേജ് വരെയുള്ള പെസ്റ്റ് ഇൻഫെക്ഷനുകൾക്ക് മാറാനായിട്ട് ഈ ഒരു 3 കോമ്പിനേഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുക്കുക, 1 ടേബിൾ സ്പൂൺ നീം ഓയിൽ എടുക്കുക, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ നല്ലൊരു ഫംഗിസൈഡും കൂടിയാണ്. പോട്ടിംഗ് മിക്സ്, എസ്പെഷ്യലി ഇൻഡോർ പോട്ടിംഗ് മിക്സുകൾ വെക്കുമ്പം ചെടികൾ കട ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വീടിൻ്റെ അകത്ത് ഈർപ്പം കൂടുതലാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള വെയിലടിക്കാത്തതുകൊണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ എപ്പോഴും പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഇച്ചിരി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സിനമൺ പൗഡറോ പറ്റിയാൽ, അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പറ്റിയാൽ മഞ്ഞൾ പൊടിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കുക. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ നമുക്കറിയാം അത് എത്രമാത്രം നല്ലതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ ആരോഗ്യത്തിനും ചെടികളുടെ ആരോഗ്യത്തിനും പറ്റിയാൽ പൊടിച്ച മഞ്ഞൾ മേടിക്കാൻ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ നോക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവൻ്റെ പേരാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ചെടി കട ചീഞ്ഞു തുടങ്ങിയാൽ, നമ്മുടെ മണ്ണ് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കട ചീഞ്ഞു തുടങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ചെടീനെ രക്ഷിച്ചെടുക്കാൻ സഹായിക്കാവുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ഓക്സിജൻ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ, അതുപോലെ തന്നെ കട ചീഞ്ഞു തുടങ്ങുന്ന ചെടികൾ, ഇപ്പം കട ചീഞ്ഞു തുടങ്ങുന്ന പോലത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന, കുപ്പിയിലൊക്കെ വെള്ളത്തിൽ വെക്കുന്ന ചെടികളുടെ കട ചീഞ്ഞു തുടങ്ങുക, അതല്ലെങ്കിൽ അതിൽ പായൽ പൂപ്പൽ പോലുള്ള സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 2 തുള്ളി ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് 3% ഹൈഡ്രജൻ പെറോക്സൈഡാണ്. 2 or 3 മാക്സിമം മേടിച്ചാലും മതി. ഇതിൻ്റെ ഒരു ഡോസേജ് വരാനായിട്ടാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ക്യാപ്പ്, ഇതിൻ്റെ ഒരു ക്യാപ്പാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് മതി. അതാണ് അതിൻ്റെ ഒരു ഡോസ്. പിന്നെ ഇൻഡോർ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ചെടി വളർന്ന് കിട്ടാനൊക്കെ സഹായിക്കും. വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കാണെങ്കിൽ ഇത് കുറച്ചൊന്ന് ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ല രീതിയിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. കാരണം ഇതിൽ ഓക്സിജൻ ഉണ്ട്. നമ്മുടെ ചെടികൾക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഓക്സിജനും ഉപയോഗിച്ചിട്ടാണ് അത് വളരുന്നത്. അപ്പം അത് നമ്മൾ ആലോചിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേറെ സജഷൻസ് വല്ലതുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഫെർട്ടിലൈസർ, ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഞാൻ നീം ഓയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ആര്യവേപ്പിനെ കുറിച്ച് പറയാഞ്ഞത്. ആര്യവേപ്പും വളരെ നല്ല ഒരു ഇൻസെക്ടിസൈഡാണ്. ആര്യവേപ്പിൻ്റെ ഇല ഒരു തണ്ടിൻ്റെ എണ്ണാണെങ്കിൽ ഒരു 10 തണ്ട്, അതായത് നമ്മൾ ഒരു ഇതായിട്ട് ആര്യവേപ്പിൻ്റെ അങ്ങനെ 10 തണ്ട് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഇടയ്ക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിരിക്കും. ചെടികൾ കുറച്ചും കൂടി എന്തെങ്കിലും രീതിയിലുള്ള പെസ്റ്റുകൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടാൻ അത് സഹായിക്കും. അല്ല എങ്കിൽ നമുക്ക് നീം ഓയിൽ ഉപയോഗിക്കാം. നീം ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ചിന്തിക്കാം. പിന്നെ ഈ എല്ലാ ഫെർട്ടിലൈസറും നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയവും കൂടി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും രാവിലെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാവിലെ ഈ ചെടികൾക്ക് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയമാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് എപ്പോഴും എന്ത് പെസ്റ്റിസൈഡ് നിങ്ങൾ ഉപയോഗിക്കുന്നു ഒരു വൈകുന്നേരം ഉപയോഗിക്കുക, ഒരു രാത്രിയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഉപയോഗിക്കുക. എന്നിട്ട് രാവിലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ആ ചെടീനെ ഒന്നിങ്ങനെ നനച്ചു വിടുക. ആ മൊത്തം ചെടി നമ്മൾ ഏത് ചെടിക്കാണോ പെസ്റ്റിസൈഡുകൾ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ആ ചെടികൾക്ക് ഇതൊന്ന് നനച്ചു വിടുക. നനച്ചു വിട്ടാലുള്ള ഗുണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുഴുവനും അത് അതിനെ എഫക്റ്റ് ചെയ്യാനുള്ളതെല്ലാം എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു രാത്രി സമയം കൊണ്ട്. പിന്നെ രാവിലെ ഇരുന്ന് അത് ചെടിക്ക് കൂടുതൽ അതിൻ്റെ ഇലയിലല്ലാതെ ഒട്ടി പിടിച്ചിരുന്ന് ചെടിക്ക് ശ്വാസം വലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ അതിൻ്റെ ഇലകളാണല്ലോ അതിൻ്റെ ശ്വാസകോശം. അതിന്മേൽ നമ്മളിതെല്ലാം കൂടി പറ്റി പിടിച്ചിരുന്ന ഇലകൾക്ക് രാവിലെ അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓൾറെഡി പെസ്റ്റ്, പിന്നെ അതിൻ്റെ മുകളിൽ അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് തന്നെ ചീത്തയായിരിക്കും. ഇതൊന്ന് ആലോചിക്കുക നിങ്ങൾ എപ്പോഴും ചെടികൾ നടുമ്പോൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന്. എനിക്ക് ഒരുപാട് പെസ്റ്റുകളുടെ പേര് അറിയില്ല, പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം എൻ്റെ മിക്കവാറും പെട്ടിട്ടുള്ള എല്ലാ പെസ്റ്റുകളും മാറാറുണ്ട്. അത് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ഒരുപാട് അസുഖം ചെടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിനൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.